നമസ്കാരം, സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്രിസ്തുമസ് ആവേശത്തിൽ നാടും നഗരവും. മലയോരത്തെ ഉണർത്തി കരോൾ സംഘങ്ങൾ. വിവിധയിടങ്ങളിൽ കരോൾ ഗാന മത്സരങ്ങളും പാപ്പാ മത്സരങ്ങളും. വേദികളിൽ നിറഞ്ഞാടി ക്രിസ്തുമസ് പാപ്പാമാർ. കല്ലാർകുട്ടി മേഖലയിലെ പട്ടയ വിഷയത്തിൽ തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 3500-ലധികം കുടുംബങ്ങളാണ് പട്ടയം ലഭിക്കുന്നതും കാത്ത് കല്ലാർകുട്ടി മേഖലയിൽ കഴിയുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്തവരുടെ പേരിൽ നടപടി വേണമെന്നും തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകി. മണി മേഖലയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണം. തങ്ക അങ്കി ഘോഷയാത്ര എത്തുന്ന ഡിസംബർ 26-ന് 30,000 പേരെയും മണ്ഡലപൂജ നടക്കുന്ന ഡിസംബർ 27-ന് 35,000 പേരെയുമേ വിർച്വൽ ക്യൂ വഴി അനുവദിക്കും. വിശദമായ വാർത്തകളിലേക്ക്. ക്രിസ്തുമസ് ആവേശത്തിൽ നാടും നഗരവും. മലയോരത്തെ ഉണർത്തി കരോൾ സംഘങ്ങൾ. വിവിധയിടങ്ങളിൽ കരോൾ ഗാന മത്സരങ്ങളും പാപ്പാ മത്സരങ്ങളും. വേദികളിൽ നിറഞ്ഞാടി ക്രിസ്മസ് പാപ്പാമാർ. സംഗീത സാന്ദ്രമായ കരോൾ ഗാനവും ആവേശമായി പാപ്പാ മത്സരവും. യാക്കോബായ സുറിയാനി സഭ JSOYAയുടെ നേതൃത്വത്തിൽ നടന്ന കരോൾ ഗാന മത്സരവും പാപ്പാ മത്സരവുമാണ് ആഘോഷമാക്കി മാറ്റിയത്. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഹൈറേഞ്ച് മേഖല JSOYAയുടെ നേതൃത്വത്തിൽ ദുമോറോ 2025 എന്ന പേരിൽ മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി അങ്കണത്തിൽ കരോൾ ഗാന മത്സരവും പാപ്പാ മത്സരവും സംഘടിപ്പിച്ചത്. ഹൈറേഞ്ച് മേഖല മെത്രോപൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് തിരുമേനി ഓൺലൈനായി മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംഗീത സാന്ദ്രമായി മുരിക്കുംതൊട്ടിയിലെ കരോൾ ഗാന മത്സരം. യാക്കോബായ സുറിയാനി സഭ JSOYയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി അങ്കണത്തിൽ കരോൾ ഗാന മത്സരവും പാപ്പാ മത്സരവും സംഘടിപ്പിച്ചത്. സമീപത്തെ വിവിധ ദേവാലയങ്ങൾ, സ്കൂളുകൾ, സംഘടനകളിൽ നിന്നുമായി 10ഓളം ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. നൃത്ത ചുവടുകളുമായിട്ടായിരുന്നു കരോൾ ഗാന മത്സരം ആഘോഷമാക്കിയത്. കരോൾ ഗാന മത്സരത്തിന് ശേഷം ജൂനിയർ സീനിയർ പാപ്പാ മത്സരവും നടന്നു. താളത്തിനൊത്ത നൃത്ത ചുവടുകളുമായി എത്തിയ പാപ്പാമാർ മുരിക്കുംതൊട്ടിയെ ആവേശത്തിലാക്കി. യൂത്ത് അസോസിയേഷൻ ഹൈറേഞ്ച് മേഖല വൈസ് പ്രസിഡന്റ് ഫാദർ ബാബു ചാത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം ഹൈറേഞ്ച് മേഖല മെത്രോപൊലീത്ത ഡോക്ടർ ഏലിയോസ് മോർ അത്താനിയോസിസ് തിരുമേനി ഓൺലൈനിൽ നിർവഹിച്ചു. ഫാദർ മത്തായി കുളങ്ങരക്കുടിയിൽ മത്സരങ്ങൾക്ക് തിരിതെളിയിച്ചു. കൺവീനർ ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ, ജോയിന്റ് കൺവീനർ ജോർജ് കാരിയാക്കുഴി, യൂത്ത് അസോസിയേഷൻ ഹൈറേഞ്ച് മേഖല സെക്രട്ടറി ബേസിൽ ഇടത്താനി, ലിജോ പോൾ, പള്ളി ട്രസ്റ്റിമാർ, പൊതുപ്രവർത്തകർ, സമീപ ഇടവകയിലെ വൈദികർ, മത സാമുദായിക സാംസ്കാരിക പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. കരോൾ ഗാന മത്സരത്തിൽ രാജാക്കാട് ക്രിസ്തുജ്യോതി സ്കൂൾ 1ാം സ്ഥാനവും ഡിവൈൻ ബീറ്റ്സ് കമ്പിളികണ്ഠം 2ാം സ്ഥാനവും മാങ്ങാത്തൊട്ടി CSI പള്ളി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മനോഹരമായ വേദിയെ അത്രമാത്രം പുളകിതമാക്കിയ ആ ടീം അംഗങ്ങൾക്കുള്ളതായ കയ്യടി എല്ലാവരും നിറഞ്ഞ കയ്യടിയോടെ ദുമോറോ 2025 അനുഗ്രഹീതരായ വിജയികളെ ഈ വേദിയിൽ പ്രഖ്യാപിക്കുമ്പോൾ മികച്ച നൃത്ത ചുവടുകൾ കാഴ്ചവെച്ച പാപ്പാമാർക്കും പങ്കെടുത്ത മുഴുവൻ ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. സിറ്റി വിഷൻ രാജകുമാരി. കല്ലാർകുട്ടി മേഖലയിലെ പട്ടയ വിഷയത്തിൽ തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 3500-ലധികം കുടുംബങ്ങളാണ് പട്ടയം ലഭിക്കുന്നതും കാത്ത് കല്ലാർകുട്ടി മേഖലയിൽ കഴിയുന്നത്. പട്ടയം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഇനിയും ഫലപ്രാപ്തിയിലെത്താത്തതിൽ പ്രദേശവാസികളായ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. കല്ലാറുകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ്. നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ
മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം. പ്രദേശവാസികളുടെ പട്ടയമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഇനിയും ഫലപ്രാപ്തിയിലെത്താത്തതിനാൽ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. പട്ടയ ലബ്ധിക്കായി സർക്കാരിന്റെ ഇടപെടലെന്ന ആവശ്യം കുടുംബങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു. ഈ മേഖലയിലെ ജനങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് പട്ടയം എന്ന കാര്യം. പക്ഷേ കല്ലാർകുട്ടി ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിൽ താമസിക്കുന്ന ഏതാണ്ട് 4000-ഓളം അടുത്ത് വരുന്ന കുടുംബങ്ങൾക്ക് കുന്നത്തടി വെള്ളത്തോൽ പഞ്ചായത്തിൻ്റെ ഇരുകരയിലുമായിട്ട് താമസിക്കുന്നവർക്ക് പട്ടയ നടപടികൾ നൽകാം എന്ന സർക്കാരിൻ്റെ ഉറപ്പ് മൂലം ഇവിടുത്തെ പ്രക്ഷോഭ പരിപാടികൾ അല്പനാളത്തേക്ക് നമ്മൾ നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ ഡിജിറ്റൽ സർവേ നടത്തി പിന്നീട് ഒരനക്കവുമില്ല. സത്യം പറഞ്ഞാൽ ഈ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തേക്കുന്നത്. സർവേ നടപടികൾ പൂർത്തീകരിച്ച് അലമാരിക്കകത്ത് വെച്ച് കൂട്ടിയിരിക്കുന്നു. താലൂക്ക് ഓഫീസിലെയും കളക്ടറേറ്റിലെയും യാതൊരു നടപടിയും മുന്നോട്ട് പോയിട്ടില്ല. റവന്യൂ മന്ത്രി എപ്പോഴും പറയുന്നു പട്ടയം കൊടുക്കും. എവിടെ കൊടുക്കാനാ ഇനി? ആർക്ക് കൊടുക്കാനാ? അതുപോലെ തന്നെ ഗുരുതരമായൊരു വിഷയമുണ്ട്. പവർ ഹൗസുകളുടെയും കോട്ടേഴ്സുകളുടെയും ബ്ലോക്ക് നമ്പർ 8 ഉൾപ്പെടുത്തി സർവേ നടത്തി തോട്ടാപ്പുര വരെയുള്ള ഭാഗം KSC ബോർഡ് ലാൻഡാക്കി മാറ്റിയിരിക്കുന്നു. അത് ഈ നാട്ടിലെ ജനങ്ങളോട് ഉള്ള കടുത്ത വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് വെള്ളത്തൂർ കുന്നത്തടി പഞ്ചായത്തിൻ്റെ ഇരുകരയിലുമായിട്ട് താമസിക്കുന്ന ഏതാണ്ട് 4000-ഓളം വരുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ഈ ബ്ലോക്ക് നമ്പർ 8 സർവേ മാറ്റി വെച്ചിരിക്കുന്നു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തൂവൽ കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന 3500-ലധികം കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭ്യമാക്കേണ്ടതുള്ളത്. പട്ടയ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിനായി രൂപം കൊണ്ട പട്ടയ അവകാശ സംരക്ഷണ വേദി മുമ്പ് വിവിധ സമരപരിപാടികൾക്ക് രൂപം നൽകിയിരുന്നു. പട്ടയ വിഷയത്തിൽ ഇനിയും തങ്ങൾക്ക് നേരെ തിരിക്കരുതെന്നാണ് കല്ലാർകുട്ടിയിലെ കർഷക കുടുംബങ്ങളുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്തവരുടെ പേരിൽ നടപടി വേണമെന്നും തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട LDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉൾപ്പെടെ പരാതി നൽകി. മൂന്നാർ പഞ്ചായത്തിലെ 11-ാം വാർഡായ ചോക്കനാട്ടിൽ CPI സ്ഥാനാർത്ഥിയായിരുന്ന മണിമേഖലയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. വാർഡിൽ 8 പേർ കള്ളവോട്ട് ചെയ്തുവെന്നും ഇതാണ് തന്റെ പരാജയത്തിന് കാരണമെന്നുമാണ് മണിമേഖലയുടെ പരാതി. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ മണിമൊഴിക്ക് 594 വോട്ടും മണിമേഖലയ്ക്ക് 586 വോട്ടും BJP സ്ഥാനാർത്ഥിയായിരുന്ന രാജേശ്വരി 16 വോട്ടുകളുമാണ് ലഭിച്ചത്. 8 വോട്ടുകൾക്ക് കോൺഗ്രസിലെ മണിമൊഴി വിജയിക്കുകയായിരുന്നു. എന്നാൽ ചൊക്കനാട് ഡിവിഷനിൽ വോട്ട് രേഖപ്പെടുത്തിയവരിൽ രാജേന്ദ്ര ദീപ ഇതേ വാർഡിലെ 2 ബൂത്തുകളിലും, മാരിമുത്തു മറിയൂർ രാജീവ് നഗറിലും, രാജേന്ദ്ര പ്രസാദ് മറിയൂർ മൈക്കൽഗിരിയിലും, S കാർത്തിക മൂന്നാർ കല്ലാറിലും, T ഈശ്വരൻ മൂന്നാർ പെരിയവാരയിലും, സത്യഭാമ ദേവികുളത്തും ഇരട്ട വോട്ടുകൾ ചെയ്തുവെന്നാണ് പരാതിയിലുള്ളത്. LDF സ്ഥാനാർത്ഥിക്ക് മത്സരിച്ചിട്ട് ഞാൻ 8 വോട്ടിന് പരാജയപ്പെട്ടപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാൻ ജയിക്കും തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഞാൻ പരാജയപ്പെട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ വോട്ടർ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഡബിൾ വോട്ടിംഗ് ഞാൻ കണ്ടെത്താനായി. അതിന്റെ പേരിൽ ചീഫ് മിനിസ്റ്ററിനും ഇലക്ഷൻ കമ്മീഷനിലൊക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും വോട്ട് ചെയ്തതിന്റെ രേഖകളും പരാതിയോടൊപ്പമുണ്ട്. മറ്റൊരു സ്ത്രീ വോട്ട് മാറി ചെയ്തതായും പരാതിയിൽ പറയുന്നു. ഇതാണ് തന്റെ പരാജയത്തിന് കാരണമെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഫലം റദ്ദു ചെയ്യണമെന്നുമാണ് പരാതിയിലുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. ഇനി ശരണമന്ത്രം. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണം. തങ്കഅങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന ഡിസംബർ 26-ന് 30,000 പേരെയും മണ്ഡലപൂജ നടക്കുന്ന ഡിസംബർ 27-ന് 35,000 പേരെയുമേ വെർച്വൽ ക്യൂ വഴി അനുവദിക്കുകയുള്ളൂ. 2 ദിവസങ്ങളിന് സ്പോട്ട് ബുക്കിംഗ് 2000-ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. തങ്കഅങ്കി ഘോഷയാത്ര എത്തുന്ന ദിവസം സന്നിധാനത്തേക്കുള്ള ഭക്തരുടെ നീക്കത്തിലും ക്രമീകരണം ഏർപ്പെടുത്തും. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കഅങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര 26-ന് രാവിലെ 11-ന് നിലക്കൽ ക്ഷേത്രത്തിലും ഉച്ചയ്ക്ക് 1:30-ന് പമ്പയിലും ദീപാരാധനയ്ക്ക് മുമ്പ് സന്നിധാനത്തും എത്തും. 26-ന് രാവിലെ 9 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും 10 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് വിടില്ല. ഘോഷയാത്ര ശരംകുത്തിയിലെത്തിയ ശേഷമായിരിക്കും ഭക്തരെ പമ്പയിൽ നിന്ന് കടത്തിവിടുന്നത് പുനരാരംഭിക്കുക. മണ്ഡലപൂജയോടനുബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കർപ്പൂരാഴി ഘോഷയാത്ര സന്നിധാനത്തെ ആഘോഷ ലഹരിയിലാക്കി. പുലിവാഹനമേറിയ മണികണ്ഠനും ദേവതാ രൂപങ്ങളും അണിനിരുന്ന ഘോഷയാത്ര വർണ്ണക്കാവടികളും താളമേളങ്ങളും കൊണ്ട് സന്നിധാനത്തിന്റെ സന്ധിക്ക് ഉത്സവ പകിട്ടേകി.
സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാർ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും നടത്താറുള്ള കർപ്പൂരാഴി ഘോഷയാത്രയാണ് പൂർവാധികം വർണ്ണപ്പകിട്ടോടെ കൊണ്ടാടിയത്. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം കൊടിമരത്തിന് മുന്നിൽ നിന്ന് ക്ഷേത്രം തന്ത്രി കണ്ഠരരും മഹേശ്വരൻ മോഹനരും മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് അഗ്നി പകർന്ന് തുടക്കം കുറിച്ചു. തുടർന്ന് ക്ഷേത്രത്തിന് വലം വെച്ച് നീങ്ങിയ ഘോഷയാത്ര ഫ്ലൈ ഓവർ കടന്ന് മാളികപ്പുറം ക്ഷേത്രസന്നിധി വഴി നടപ്പന്തലിൽ വലം വെച്ച് 18ാം പടിക്ക് മുന്നിൽ സമാപിച്ചു. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു, സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ, ഫെസ്റ്റിവൽ കൺട്രോൾ ശാന്തകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസ്, ദേവസ്വം ബോർഡ് ജീവനക്കാർ, ശബരിമലയിൽ ചുമതലയുള്ള വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ എന്നിവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, സന്നിധാനം. മോഷ്ടാവെന്നാരോപിച്ച ആൾക്കൂട്ടം മനുഷ്യജീവൻ കവർന്നെടുക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യമേ പോലീസിനെ അറിയിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക മാത്രമല്ല ഒരു കുടുംബത്തെ കൂടി സംരക്ഷിക്കാൻ സാധിക്കും. അതിനൊരു ഉദാഹരണമാണ് ഇടുക്കി കഞ്ഞിക്കുഴി പോലീസിന്റെ ഒരിടപെടൽ. കഴിഞ്ഞ ദിവസം കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. അപരിചിതനായ ഒരാൾ ചാക്കുകെട്ടുകളുമൊക്കെയായി നാട്ടിൽ കൂടെ ചുറ്റിത്തിരിയുന്നു, മോഷ്ടാവാണോ എന്ന് സംശയമുണ്ടെന്നായിരുന്നു ഫോൺ കോൾ. ഈ സന്ദേശം കിട്ടിയ ഉടനെ തന്നെ സബ് ഇൻസ്പെക്ടർമാരായ താജുദ്ദീനും അജിത് കുമാറും ഒപ്പം തന്നെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഷെരീഫും ഈ സ്ഥലത്തേക്ക് പോയി. ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയപ്പോൾ ആളെ കണ്ടില്ല. തുടർന്ന് പോലീസ് അതുവഴി വന്ന വാഹനം കൈകാണിച്ചു നിർത്തി ആളെക്കുറിച്ച് ചോദിച്ചു. അങ്ങനെ ഒരാൾ പനംകുട്ടിയിൽ നിന്നും നേരിമംഗലം റൂട്ടിലേക്ക് വിജനമായ റോഡിലൂടെ നടന്നു പോകുന്നതായി പറഞ്ഞു. സ്റ്റേഷൻ പരിധി കഴിഞ്ഞെങ്കിലും അയാളെ കണ്ടെത്താനും ആരെന്നറിയുന്നതിനും വേണ്ടി നേരെ നേരിമംഗലം റോഡിലൂടെ മുന്നോട്ട് പോയി. പാമ്പള ഡാമിനടുത്ത് വെച്ച് ആളെ കണ്ടു. മുഷിഞ്ഞ വേഷം, നടക്കാൻ തന്നെ ബുദ്ധിമുട്ട്, ആകെ അവശനായ അവസ്ഥ. അടുത്തെത്തി വിവരങ്ങൾ ചോദിച്ചു. പേര് ഭരൻ മറാണ്ടി, ജാർഖണ്ഡ് സ്വദേശിയാണ്. 1 മാസം മുമ്പ് ഇദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞുമായി ഇവിടെ ഏലത്തോട്ടത്തിൽ ജോലിക്കെത്തിയിട്ടുണ്ടെന്നും അവരുടെ അടുത്തേക്ക് എത്തുന്നതിനായി 2 ദിവസം മുമ്പ് കോൺട്രാക്ടറോടൊപ്പം എറണാകുളത്തെത്തി. ഇതിനിടയിൽ ഭരൻ മറാണ്ടിക്കൊപ്പം വന്ന ആളെ മിസ്സായി. ഏതോ ബസ്സിൽ കയറി വന്ന് ഇറങ്ങിയത് വനമേഖലയിൽ. ഭാര്യയുമായോ മറ്റുള്ളവരുമായോ ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ല. കിലോമീറ്ററുകളോളം തന്റെ കുടുംബത്തെ തിരക്കി 2 ദിവസം നടന്നു, ഭക്ഷണം പോലും കഴിക്കാതെ. പാമ്പള ഡാമിലെ ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ അവർക്കായി കരുതിയിരുന്ന ഭക്ഷണം ഇദ്ദേഹത്തിന് നൽകി. പോകാനുള്ള സ്ഥലത്തെ ഫോൺ നമ്പർ ഒരു പേപ്പറിൽ എഴുതിയിട്ടിരുന്ന ലഗേജ് വഴിയിൽ എവിടെയോ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് അത് പോലീസുകാർ തിരഞ്ഞു കണ്ടെടുത്തു. ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടു. അണക്കരയിലുള്ള ഒരു സ്ഥാപനമാണെന്നും അവിടെ ഏലക്കാ പണിക്ക് വന്ന ആളാണെന്നും അവരുടെ കൂടെയുള്ളവർ ഒരാളുടെ ഭർത്താവിനെ മിസ്സായിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നീട് ഒരു KSRTC ബസിന്റെ കണ്ടക്ടറെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഭരൻ മറാണ്ടിയെ കയറ്റി അണക്കരയ്ക്ക് വിട്ടു. കണ്ടക്ടർ അയാളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന കാര്യം ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്തു നിറവേറ്റി. ഭരൻ മറാണ്ടി ഇപ്പോൾ കുടുംബത്തോടൊപ്പം അണക്കരയിലെ നന്ദീശ ആശ്രമത്തിലെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. കഞ്ഞിക്കുഴി പോലീസിന്റെ ഈ ഇടപെടൽ ഒരു മാതൃകയാണ്. പോലീസിൻ്റെത് മാത്രമല്ല, KSRTC ജീവനക്കാരുടെയും ഒപ്പം വിവരം പോലീസിനെ അറിയിച്ച നാട്ടുകാരൻ്റെയും ഒക്കെ ഇടപെടൽ മാതൃകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുമ്പോഴാണ് മനുഷ്യത്വം എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത്. ആ വാക്കിനെ അർത്ഥപൂർണ്ണമാക്കിയിരിക്കുകയാണ് കഞ്ഞിക്കുഴി പോലീസ്. ക്യാമറാമാൻ അരുൺ രാജുവിനൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ. മൂന്നാറിൽ വനംവകുപ്പിനെ പ്രതിസന്ധിയിലാക്കി നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം. ഏതാനും ദിവസം മുമ്പ് മാട്ടുപ്പെട്ടിയിൽ കടുവയിറങ്ങിയെന്നായിരുന്നു വ്യാജ പ്രചരണം നടത്തിയതെങ്കിൽ ഇപ്പോൾ ഒരു നാടിനെ ആകെ ഭീതിയിലാഴ്ത്തി പഴയ മൂന്നാറിൽ കരടിയിറങ്ങിയെന്നാണ് പ്രചാരണം. വനംവകുപ്പിന്റെ അന്വേഷണത്തിൽ പ്രചരിപ്പിച്ച ചിത്രം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി. പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട വനംവകുപ്പ് മൂന്നാർ പോലീസിൽ പരാതി നൽകി. മൂന്നാർ മേഖലയിലെ വിവിധയിടങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ വനം വകുപ്പ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വനം വകുപ്പിനെതിരെ പ്രതിഷേധവും ഉയരുന്ന സാഹചര്യത്തിൽ
സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന വ്യാജ പ്രചാരണം ഉദ്യോഗസ്ഥർക്ക് ഇരുട്ടടിയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം പഴയ മൂന്നാർ വർക്ക്ഷോപ്പ് ക്ലബിന് സമീപം കരടി ഇറങ്ങിയെന്ന തരത്തിൽ ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു. വിവരമറിഞ്ഞ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രിയിലെത്തി പരിശോധനയും നടത്തി. പിന്നീട് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കരടിയുടെ ചിത്രം വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ചതാണെന്ന് വ്യക്തമായത്. ഇതോടെ വനം വകുപ്പ് വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മൂന്നാർ പോലീസിൽ പരാതി നൽകി. ഇത്തരം വ്യാജ പ്രചാരണം വനം വകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതിനൊപ്പം ജനങ്ങൾക്കിടയിൽ ഭീതിയും ആശങ്കയും വർദ്ധിപ്പിക്കുന്നു. ഇവിടെ ഈ മേഖലയിൽ യഥാർത്ഥത്തിൽ കടുവ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എൻ്റെ വീട്ടിൻ്റെ പുറകിൽ ആന വരും, കടുവ വരും. അത് കരടി ഈ ഭാഗത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ തന്നെ പേടിച്ചു പോയതാണ്. കുടുംബത്തെ വിളിച്ചു പറഞ്ഞു, ഇവിടുത്തെ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു. അവസാനമാണ് ഇവിടെ ഫോറസ്റ്റ് വന്നു, ഒരു തെരച്ചിലൊക്കെ നടത്തിയിട്ട് പോയി. അവസാനം ഇതറിയുന്നത് ഇങ്ങനെ AIയുടെ ഭാഗത്ത് ഉണ്ടായ ഒരു ഇതാണ് എന്ന് പറയുന്നത്. ഇതുമാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാട്ടുപ്പെട്ടിയിൽ കടുവ ഇറങ്ങിയെന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. ഇതാകട്ടെ കേരളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളുമായിരുന്നില്ല. ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വനം വകുപ്പ് അന്ന് തന്നെ നിർദ്ദേശം നൽകിയെങ്കിലും വീണ്ടും തുടരുന്ന സാഹചര്യമാണുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops: കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡും പ്രസവമുറിയും കാലഹരണപ്പെട്ട കെട്ടിടത്തിൽ നിന്നും മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ 2ാം നിലയിലേക്കാണ് പ്രസവ വാർഡും പ്രസവമുറിയും മാറ്റിയിട്ടുള്ളത്. ചികിത്സയ്ക്കെത്തുന്ന ഗർഭിണികൾക്കടക്കം പുതിയ ക്രമീകരണത്തിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട സ്ഥല സൗകര്യം ഒരുക്കി നൽകാനാകുമെന്നാണ് വിലയിരുത്തൽ. ഏറെ നാളത്തെ ആവശ്യങ്ങൾക്കൊടുവിലാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡും പ്രസവമുറിയും കാലഹരണപ്പെട്ട കെട്ടിടത്തിൽ നിന്നും മാറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഏറെ പഴക്കം ചെന്ന പഴയ കെട്ടിടത്തിലായിരുന്നു പ്രസവ വാർഡും പ്രസവമുറിയും പ്രവർത്തിച്ചു വന്നിരുന്നത്. ഭിത്തികളടക്കം വിണ്ടുകീറിയും ചില ഭാഗങ്ങൾ അടർന്നു വീണുമൊക്കെ ചെയ്യുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് പ്രസവ വാർഡും പ്രസവമുറിയും സുരക്ഷിത ഇടത്തേക്ക് മാറ്റണമെന്ന ആവശ്യമുയർന്നത്. പിന്നാലെ ഇവ രണ്ടും കൂടുതൽ സൗകര്യപ്രദമായ ഇടത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണിപ്പോൾ. ആശുപത്രിയിലെ കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ 2ാം നിലയിലേക്ക് പ്രസവ വാർഡും പ്രസവമുറിയും മാറ്റിയിട്ടുണ്ട്. ചികിത്സയ്ക്കെത്തുന്ന ഗർഭിണികൾക്കടക്കം പുതിയ ക്രമീകരണങ്ങളിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട സ്ഥല സൗകര്യമൊരുക്കി നൽകാനാകുമെന്നാണ് വിലയിരുത്തൽ. തോട്ടം മേഖലയിലെയും വിവിധ ആദിവാസി ഇടങ്ങളിലെയും ഒക്കെ ആളുകൾ പ്രസവ സംബന്ധമായ ആവശ്യത്തിന് കൂടുതലായി ആശ്രയിക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയെയാണ്. ദിവസവും ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്ന ജില്ലയിലെ ആശുപത്രികളിൽ ഒന്നുകൂടിയാണ് അടിമാലി താലൂക്ക് ആശുപത്രി. സിറ്റി വിഷൻ, അടിമാലി. കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കിസാൻ ദിവസിന്റെ ഭാഗമായിട്ടാണ് കർഷക സെമിനാർ സംഘടിപ്പിച്ചത്. സേനാപതി കൃഷി ഓഫീസർ S. നിതിൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നിരവധി കർഷകർ സെമിനാറിൽ പങ്കെടുത്തു. ഇടുക്കി കൃഷി വിജ്ഞാന കേന്ദ്രം ദേശീയ കിസാൻ ദിവസ് ആഘോഷത്തിന്റെ ഭാഗമായി കർഷക സെമിനാർ സംഘടിപ്പിച്ചു. പരിപാടിക്ക് KVK ഇടുക്കിയുടെ സീനിയർ സയന്റിസ്റ്റും ഹെഡുമായ ഡോക്ടർ R. മാരിമുത്തു സ്വാഗതം ആശംസിച്ചു. മാനേജ്മെന്റ് പ്രതിനിധിയായ ഷാജി K. കക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സേനാപതി കൃഷിഭവനിലെ കൃഷി ഓഫീസർ നിതിൻ എസ് വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു.
ചടങ്ങിൽ മികച്ച കർഷകരായ മണികണ്ഠ പണിക്കർ, രതീഷ് രാജു, സണ്ണി അഗസ്ത്യ, റോയി തോമസ്, ബെന്നി മാത്യു എന്നിവരെ ആദരിച്ചു. KVK ഇടുക്കിയിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സുധാകർ S സുഗന്ധവിളയിലെ ശാസ്ത്ര കീടരോഗ നിയന്ത്രണത്തെക്കുറിച്ച് പരിശീലന ക്ലാസ് നടത്തി. ഇടുക്കി ജില്ലയിലെ വിവിധ അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന എക്സിബിഷൻ സ്റ്റാളും ഒരുക്കിയിരുന്നു. സിറ്റി വിഷൻ പൂപ്പാറ. ഒരു നൂറ്റാണ്ടിലധികം മൂന്നാറിന്റെ പാതയോരങ്ങളെ നീലപ്പൂക്കളാൽ അലങ്കരിച്ചിരുന്ന ജക്രാന്ത മരങ്ങൾ പലതും ഓർമ്മയാകുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനത്തിന് വീതി കൂട്ടൽ പണികൾ ഊർജിതമായതോടെയാണ് 2-ാം മൈൽ മുതൽ മൂന്നാർ വരെയുള്ള പാതയോരത്തെ നീലവാഗമരങ്ങൾ പലതും മുറിച്ചു നീക്കാൻ തുടങ്ങിയത്. നീലവാഗകൾ മുറിച്ചു നീക്കപ്പെടുന്നതോടെ ഈ പ്രദേശത്തെ നീലവസന്തത്തിന്റെ ഭംഗിയും ഇല്ലാതാകും. 1.25 നൂറ്റാണ്ട് മുമ്പ് മൂന്നാറിൽ തേയില കൃഷിക്കെത്തിയ ബ്രിട്ടീഷുകാരാണ് തേയിലകൾക്കിടയിലും പാതയോരത്തും സ്വന്തം നാട്ടിൽ നിന്ന് എത്തിച്ച ജക്രാന്ത മരങ്ങൾ വച്ചുപിടിപ്പിച്ചത്. തണലിനും അലങ്കാരത്തിനുമായി വെച്ചുപിടിപ്പിച്ച ഇവയിൽ കൂടുതലും സംരക്ഷണമില്ലാത്തതിനാൽ നശിച്ചു പോയിരുന്നു. 2-ാം മൈൽ മുതൽ ഹെഡ്വർക്സ് ഡാം വരെയുള്ള മൂന്നാർ മറയൂർ റൂട്ടിലാണ് കുറച്ചു മരങ്ങൾ അവശേഷിക്കുന്നത്. ഇതിൽ 2-ാം മൈൽ മുതൽ ഹെഡ്വർക്സ് വരെയുള്ള ഭാഗത്തെ മരങ്ങളാണ് മുറിച്ചു മാറ്റുന്നത്. ഡിസംബറിൽ ഇലകൾ പൊഴിയുന്ന മരങ്ങളിൽ ഫെബ്രുവരി അവസാനം മുതൽ പൂവിടാൻ തുടങ്ങും. ഏപ്രിൽ അവസാനം വരെ പൂക്കൾ നിലനിൽക്കും. മധ്യവേനലവധി ആഘോഷിക്കുവാനായി മൂന്നാറിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് പാതയോരങ്ങളിൽ പൂത്തുനിൽക്കുന്ന വയലറ്റ് വസന്തത്തിന്റെ കാഴ്ച മനോഹരമായിരുന്നു. പരീക്ഷാകാലത്ത് പൂക്കുന്നതിനാൽ പ്രദേശവാസികൾ പരീക്ഷാ മരമെന്നാണ് ഇതിനെ വിളിക്കുന്നത്. വയലറ്റ് പാനിക് എന്ന പേരിലും ഈ മരം അറിയപ്പെടുന്നുണ്ട്. ജക്രാന്ത ഉൾപ്പെടെയുള്ള മൂന്നാറിലെ അപൂർവ മരങ്ങളുടെ വിത്തുകൾ ശേഖരിച്ച് പുതിയ തലമുറ മരങ്ങളെ സൃഷ്ടിക്കാൻ മേഖലയിലെ പരിസ്ഥിതി പ്രവർത്തകർ ശ്രമിക്കാത്തതിനെതിരെയും വിമർശനമുയരുന്നു. സിറ്റി വിഷൻ മൂന്നാർ. വാർഷികാഘോഷവും വിവിധ കലാപരിപാടികളും നടന്നു. കുരുവിള സിറ്റി സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെ 13ാമത് വാർഷികാഘോഷവും വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു. ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. എസ്റ്റേറ്റ് തൊഴിലാളികളുടെയും കർഷകരുടെയും മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുരുവിള സിറ്റി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെ 13ാമത് വാർഷികാഘോഷം നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം ഉദ്ഘാടനം മുരിക്കൽ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ നിർവഹിച്ചു. മധ്യ തിരുവിതാംകൂറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് രാജകുമാരിയുടെയും കുളപ്പാറച്ചാലിന്റെയും മുരുക്കൻതൊട്ടിയുടെയും പൂപ്പാറയുടെ പ്രദേശത്തേക്ക് ഒരു കുടിയേറ്റ ജനതയായി കടന്നു വന്ന് കാടിനോടും കാട്ടാനയോടും അതുപോലെ മലമ്പനിയും മാരകരമായ രോഗങ്ങളോടൊക്കെ മല്ലടിച്ചുകൊണ്ട് ജീവിത സന്ധാനത്തിന് വേണ്ടി വെട്ടിപ്പിടിച്ച ഒരു തലമുറയുടെ പിൻതലമുറയുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പള്ളിയോട് ചേർന്ന പള്ളിക്കൂടങ്ങൾ പരിശുദ്ധ സഭയും പിതാക്കന്മാരും ക്രൈസ്തവ മിഷണറിമാരും കേരളത്തിന് പ്രദാനം ചെയ്യുമ്പോൾ അന്ധകാരത്തിന്റെ അനുഭവത്തിൽ നിൽക്കുന്ന അനേകരെ അത്ഭുത പ്രകാശത്തിലേക്ക് കരം പിടിച്ചുയർത്തുവാൻ SNDP രാജാക്കാട് യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെ 13ാമത് ആനിവേഴ്സറി നിൽക്കുന്നത് ആത്മാവാവുന്ന കുതിരയിലേറി നിന്നുകൊണ്ട് വചനവും വിശ്വാസവുമാകുന്ന കുന്തം കൊണ്ട് ഭയവും നിരാശയും ക്രൂരതയുമൊക്കെയായ പൈശാചിക ഭാവങ്ങളെ നശിപ്പിക്കുന്ന ഗീവർഗീസ് പുണ്യാളന്റെ പേരിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകരുടെയും പുരോഹിതന്മാരുടെയും രക്ഷിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും മുന്നിൽ ഇങ്ങനെ നിൽക്കുവാൻ സാധിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ സന്തോഷം നൽകുന്ന വസ്തുതയാണ്. സ്കൂൾ മാനേജർ അബി കൂരാപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബാബു ചാത്തനാട്ട് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിഷ ജോർജ, വാർഡ് മെമ്പർ അജേഷ് മുകുളേൽ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് പുത്തയത്ത്, പള്ളിക്കമ്മിറ്റി ഭാരവാഹികളായ KC ജോർജ്, ജോസ് തേലക്കാട്ട്, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ മേഖലയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കുകയും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ കുമാരി.
കരുണാപുരം ഗ്രാമപഞ്ചായത്ത് 4-17 വാർഡുകളിലെയും ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിലെയും വിജയികൾക്ക് സ്വീകരണം നൽകി. UDF പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. കരുണാപുരം 17-ാം വാർഡിൽ നിന്ന് വിജയിച്ച സുനിൽ കൊല്ലക്കാട്ട്, 4-ാം വാർഡിൽ നിന്ന് വിജയിച്ച പുഷ്പവല്ലി, ജില്ലാ പഞ്ചായത്ത് പാമ്പാടുംപാറ ഡിവിഷനിൽ നിന്ന് വിജയിച്ച മിനി പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് കമ്പംമെട്ട് ഡിവിഷനിൽ നിന്ന് വിജയിച്ച KK കുഞ്ഞുമോൻ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് രൂപീകരണ കാലം മുതൽ കഴിഞ്ഞ 50 വർഷക്കാലം LDFന്റെ കയ്യിലിരുന്നു. LDFന്റെ കയ്യിലിരുന്ന 17 വാർഡ് സുനിൽ കൊല്ലക്കാട്ടിൽ നിന്നതോടുകൂടിയാണ് UDF പിടിച്ചെടുക്കുന്നത്. ആ ആഹ്ലാദത്തിലാണ് UDF പ്രവർത്തകർ സ്വീകരണം സംഘടിപ്പിച്ചത്. കൂട്ടാറിൽ സുനിൽ TKയുടെ വസതിയിൽ ചേർന്ന യോഗം നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷൈൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പണ്ട് 17-ാം വാർഡിന്റെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സുനില് ഇല്ലെങ്കിൽ ബിനോയും വാരാങ്കരയാണനും ഒക്കെ അകത്തിരിക്കും. കാരണം പുറത്തായിരിക്കും കാണി. കാരണം പുറത്ത് നിൽക്കുന്നവരെ തല്ലുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതൊക്കെ ഒരു കാലഘട്ടം കൊണ്ട് അത് മാറി എന്നുള്ളതാണ്. കാരണം ജനാധിപത്യത്തിൽ ഒരിക്കലും നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇല്ല ജനങ്ങളോടൊപ്പം നിൽക്കണം. ഇല്ലെങ്കിൽ പത്രമാധ്യമങ്ങളും ടെലിവിഷനും ഇല്ലെങ്കിൽ വാർത്താ ചാനലുകളൊക്കെ വന്നതിന് ശേഷമാണ് ജനങ്ങൾ ശരിക്കും ബോധവാന്മാരായത്. സുമേഷ് PS അധ്യക്ഷത വഹിച്ചു. മിനി പ്രിൻസ്, KK കുഞ്ഞുമോൻ, ഷാനവാസ് പാമ്പനാർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,735 രൂപ, പവന് 1,01,880 രൂപ, വെള്ളി ഗ്രാമിന് 244 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രിസ്തുമസ് ആവേശത്തിൽ നാടും നഗരവും. മലയോരത്തെ ഉണർത്തി കരോൾ സംഘങ്ങൾ. വിവിധയിടങ്ങളിൽ കരോൾ ഗാന മത്സരങ്ങളും പാപ്പാ മത്സരങ്ങളും. വേദികളിൽ നിറഞ്ഞാടി ക്രിസ്തുമസ് പാപ്പാമാർ. കല്ലാർകുട്ടി മേഖലയിലെ പട്ടയ വിഷയത്തിൽ തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 3500-ലധികം കുടുംബങ്ങളാണ് പട്ടയം ലഭിക്കുന്നതും കാത്ത് കല്ലാർകുട്ടി മേഖലയിൽ കഴിയുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്തവരുടെ പേരിൽ നടപടി വേണമെന്നും തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകി. മണി മേഖലയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണം. തങ്ക അങ്കി ഘോഷയാത്ര എത്തുന്ന ഡിസംബർ 26-ന് 30,000 പേരെയും മണ്ഡലപൂജ നടക്കുന്ന ഡിസംബർ 27-ന് 35,000 പേരെയുമേ വിർച്വൽ ക്യൂ വഴി അനുവദിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.